രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീം കോടതി. 13 വർഷമായി കോമയിൽ കഴിയുന്ന 32കാരനെയാണ് ദയാവധം ചെയ്യാൻ കോടതി അനുമതി നൽകിയത്. 13 വർഷമായി കോമയിൽ കഴിയുകയാണ് 32കാരൻ ഹരീഷ് റാണ. മാതാപിതാക്കളാണ് ദയാവധം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഡൽഹി എയിംസിലാണ് ഹരീഷ് റാണ ഇപ്പോൾ ഉള്ളത്. 2013 ഓഗസ്റ്റ് 20 കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണതിനെ തുടർന്നാണ് നോയിഡ സ്വദേശി ഹരീഷ് റാണയുടെ ശരീരം തളർന്നത്. അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ഹരീഷിന്റെ ശരീരത്തിൽ മുഴുവൻ മുറിവുകളാണ്. ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നത്. ഓക്സിജൻ ട്യൂബും ഘടിപ്പിച്ചിട്ടുണ്ട്. മകന്റെ ഈ ദുരവസ്ഥ കാണാനാവാതെയാണ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത്. മകന്റെ ജീവൻ നിലനിർത്തുന്ന എല്ലാ ചികിത്സകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ അപേക്ഷ നൽകിയത്. ജീവൻ നിലനിർത്തിയിരുന്ന കൃത്രിമ ഉപകരണങ്ങൾ മാറ്റി സ്വാഭാവിക മരണത്തിനാണ് കോടതി അനുമതി നൽകിയത്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിക്കാൻ ജസ്റ്റിസ് JB പർദിവാലയും ജസ്റ്റിസ് KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ചാണ് അനുമതി നൽകിയത്. യന്ത്രസഹായത്താൽ ജീവൻ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഡോക്ടർമാർ കോടതിയെ അറിയിച്ചു. ഭേദമാകാത്ത വിധം രോഗാവസ്ഥയിലാകുന്നവർക്ക് മരുന്നും ഭക്ഷണവും മറ്റും ക്രമേണ നിർത്തിയുള്ള മരണം അനുവദിക്കാറുണ്ട്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മരുന്നും ഇഞ്ചക്ഷനും ഉപയോഗിച്ചുള്ള മരണം, അതായത് ആക്റ്റീവ് യൂത്തനേസിയ, ഇന്ത്യയിൽ അനുവദിച്ചിട്ടില്ല. കൃത്രിമ ജീവൻ രക്ഷാ ഉപകരണങ്ങളിലൂടെ ആയുസ് നീട്ടുന്നത് അവരുടെ അന്തസ്സിന് വിരുദ്ധമാണെന്ന് വീണ്ടെടുക്കാൻ പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് മരണം തിരഞ്ഞെടുക്കാമെന്നും സുപ്രീം കോടതി വിധിച്ചിരുന്നു. 2018 രാജ്യത്ത് ദയാവധം നിയമവിധേയമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. അതിനുശേഷം ദയാവധം അനുവദിച്ചുകൊണ്ടുള്ള ആദ്യ വിധിയാണിത്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിക്കുന്നത് മാന്യമായ രീതിയിലാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എയിംസിലെ പാലിയേറ്റീവ് കെയറിൽ പ്രവേശിപ്പിച്ച് ദയാവധം നടപ്പാക്കാനാണ് നിർദ്ദേശം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.